ഹായ് ഗൈസ്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രാത്രിത്തെ പരിപാടിയാണേ. മുറുക്കരിയുടെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിൽ ഇട്ടിരിക്കുന്നു. ഇതാണ് സംഭവം. നല്ല രുചിയായി കഞ്ഞിക്ക്. ഞാൻ കുക്കറിൽ ഇട്ടിരിക്കുവാണ്. സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. രാത്രി നല്ല വയറിന് നല്ല സുഖമായിരിക്കും ഇത് കുടിച്ചാൽ. ലൈറ്റായിട്ടുള്ള ഫുഡല്ലേ. പിന്നെ എനിക്ക് നാളെ പാലപ്പമാണ്. അപ്പം അതിനു വേണ്ടി പിന്നെ നമ്മുടെ ഈ റവയുണ്ടല്ലോ, റവയും വെള്ളവും വെച്ചിട്ട് നമ്മൾ കപ്പി കാച്ചി ഒഴിക്കും. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പമായി. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കപ്പി കാച്ചുന്നതെന്നുള്ളത്. ഞാൻ പിന്നെ അരി അരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ കപ്പി ഞാൻ കാച്ചിയത് തണുത്തിട്ടാണ് ഇതിനോട് മിക്സ് ചെയ്യുന്നത്. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും. പിന്നെ കുറച്ച് തേങ്ങ കൂടെ അരച്ച് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് പാദകമൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കാം. ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല തുടച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റ്നെസ് കിട്ടും നമുക്ക്. ഈ ട്രിപ്പോഡ് വെച്ച് നമ്മളിങ്ങനെ എടുക്കാത്തതുണ്ട് വീഡിയോ, നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല. ഫോൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് 4K ക്യാമറ ഒന്നും ഇല്ല. കുറച്ച് മട്ടൻ കറി ഉണ്ടായിരുന്നേ, അത് ഞാൻ ചൂടാക്കി എടുക്കുവാണേ. വീട്ടിലുള്ള ഒരാൾക്ക് ചോറ് വേണോ, അങ്ങനെ മട്ടൻ കറിയും അച്ചാറും മോര് കറിയും കൂടെ ഒഴിച്ച്. അപ്പൊ നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം സിമ്പിളായിട്ട്. ആദ്യം ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും, എണ്ണ ചൂടായിരുന്നു, എന്നിട്ട് ഞാൻ ഇതാക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം. ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ കഞ്ഞി വെന്തിട്ടില്ല. അപ്പൊ ഒന്നും കൂടി അടുപ്പിക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇപ്പൊ കിട്ടുന്ന ഏത്തപ്പഴമൊന്നും ഇല്ലേ, പഴുത്തല്ലെന്ന് തോന്നുന്നല്ലേ. എല്ലാം ഇങ്ങനെ ഒരുമാതിരി പഴുത്താണെന്ന് പറഞ്ഞാലും ഉള്ളു ഇങ്ങനെ ഇതാകാത്ത പോലെ, ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും വേഗൊന്നുമില്ല. തമിഴ് കായാന്നാ എനിക്ക് തോന്നുന്നത്. അപ്പൊ സോഫ്റ്റ് ആകാൻ വേണ്ടി കപ്പി കാച്ചിയത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്താൽ മതി. അപ്പൊ എനിക്കറിയത്തില്ലായിരുന്നു ഈ അപ്പത്തിന്റെ മാവിനകത്ത് ഈ പിന്നെ കപ്പി കാച്ചി ചേർക്കുന്നത് എങ്ങനെയാണെന്നേ. അപ്പൊ എന്റെ ബ്ലഡ് എനിക്ക് പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇടിയുന്നു. ഞാൻ ചോറായിരുന്നു ആഡ് ചെയ്തോണ്ടിരുന്നത്, അരച്ച് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം, കടും ചായ. രാത്രി കുടിക്കാൻ ഞങ്ങൾക്ക് കടും ചായ വേണം. നിങ്ങൾ വിചാരിക്കും രാത്രി കടുംചായ കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല അല്ലേന്നോ. പക്ഷെ ഞങ്ങൾക്ക് കടുംചായ വേണം, ഞങ്ങൾ കുടിക്കും. അപ്പം നമുക്ക് ഇവനെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കട്ടൻ ചായ റെഡിയായി. പിന്നെ ഈ കടുംചായ കുടിക്കുമ്പോഴത്തേക്ക് രാത്രി ഞങ്ങളതേ സ്നാക്സ് ഒക്കെ മേടിക്കും. വല്ലപ്പോഴൊക്കെ ഉള്ളു കേട്ടോ, എപ്പോഴും ഒന്നും മേടിക്കത്തില്ല. ഇനി ഞങ്ങൾ കപ്പയാണ് മേടിച്ചിരിക്കുന്നത്. കണ്ടാ, എപ്പോഴും ഒന്നും ഇല്ല സ്നാക്സ്, ചിലപ്പോ ഒന്നും കാണത്തില്ല. ഇന്ന് എൻ്റെ ഒരു കസിൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. രാത്രി ഞങ്ങൾ TV കണ്ട് കുറിക്കും.
അപ്പൊ നമ്മുടെ നുറുക്ക് ഗോതമ്പി കഞ്ഞി റെഡി. അപ്പൊ ഇതാണ് നമ്മുടെ കഞ്ഞി. അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം. നമ്മുടെ വിരുന്നുകാരി ഇവിടെ നിൽപ്പുണ്ട്.